സൂത്രക്കാരൻ എന്ന് പറയുന്ന ആ ഫിലിം ശരിക്കും റിയൽ ആയിട്ട് എന്തെങ്കിലും നടന്ന ഒരു സ്റ്റോറിയാണോ അതോ റിയലി ബേസ്ഡ് ഓൺ ആൻ ഇൻസിഡൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട് ചെറിയ ഒരു. പിന്നെ മോറോവർ ഇപ്പം നമ്മുടെ വളരെയധികം സോഷ്യൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് സിനിമയിലുണ്ട്. ഓഫ് കോഴ്സ് ഒരു എല്ലാ കാറ്റഗറി ഓഫ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെൻറ്റ്സും തീർച്ചയായിട്ടും ഓഫ് കോഴ്സ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ഹൈപ്പുള്ളൊരു ന്യൂസ് തന്നെ, ഒരു സെൻസേഷണലായിട്ടുള്ളൊരു ന്യൂസ് തന്നെ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓഫ് കോഴ്സ് എന്താണ് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ഈ പടത്തിന്റെ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കഥ ഒരു സാധാരണ എന്തെങ്കിലും സിനിമയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ഒരു സംഭവം പറയാൻ പറ്റും. ഇത് പറയാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുളമാവോ, ഇതിൻ്റെ കഥ കയ്യിൽ പോവോ, ഞാൻ എന്താണ് ഏത് സസ്പെൻസ് വെളിയിലാവും എന്നുള്ള പേടിയുണ്ട്. എനിക്കൊന്നും പറയാം, എൻ്റെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ് ഞാനങ്ങ് നിർത്തും. അയ്യോ അതിവിടെ നടക്കല്ല പൊന്നു പോലെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ അങ്ങ് വിട്ടേക്കാണ്. അല്ല ഇപ്പൊ ആളുണ്ടായത് എന്റെ പുള്ളി വേണമെങ്കിൽ പറഞ്ഞു. ഓക്കെ, നിരഞ്ജൻ ഒരു കാര്യം ചെയ്യൂ, നിരഞ്ജൻ ചെയ്ത ക്യാരക്ടർ പറയൂ, എന്താണ് ഈ പടത്തിൽ ശ്രീജിത്ത് എന്നുള്ളൊരു കഥാപാത്രമാണ്. ഞാൻ ശ്രീകുട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രീകുട്ടൻ എന്ന് പടത്തിൽ വിളിച്ച് ശ്രീജിത്ത് എന്നുള്ള ഒറിജിനൽ പേര് ഞാൻ മറന്നുപോയി. പിന്നെയാണ് ഞാൻ ചോദിച്ചത് ശ്രീജിത്ത് എന്നാണല്ലോ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം ശ്രീജിത്ത് എന്നുള്ളൊരു ക്യാരക്ടറാണ്. പുള്ളി എന്താ പറയുക, ഒരു വൺ ഡയമെൻഷണൽ ക്യാരക്ടറാണ്. അതായത് പുള്ളി സാധാരണ ഒരു മനുഷ്യനാണ്, പക്ഷേ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി ആൾക്കാരെയൊക്കെ സഹായിക്കാൻ, ഒരു നല്ല വെൽ ഓഫ് കുടുംബത്തിലെ പയ്യനാണ്, പക്ഷേ ആൾക്കാരെയൊക്കെ സഹായിക്കാനായിട്ട് നടക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസ് തമ്മിൽ ഭയങ്കര ബന്ധമായിട്ടുള്ള ഒരു ഫാമിലിയിലെ മോനാണ് ഗോകുലിൻ്റെ ക്യാരക്ടർ. അത് മഠത്തിൽ അരവിന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ട്രെയിലർ കണ്ടവർക്ക് അറിയാം, നല്ല മാസ്, നല്ല സ്റ്റൈലിൽ, നല്ല കിടിലൻ ഗ്ലാമറിൽ നമ്മുടെ പഴയ ദേശഭോഗ്യങ്ങളിലൊക്കെ ഓർക്കുന്ന രീതിയിലാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു ബന്ധവും ആ ഒരു ഫാമിലീസ് തമ്മിലുള്ള ഒരു ബന്ധത്തിലൂടെയൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പറഞ്ഞാൽ ക്യാരക്ടറാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു അധികം കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങൾ എനിക്ക് കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ളത് അങ്ങനെ പ്രായത്തിന്. ഇപ്പം ബ്ലാക്ക് ബട്ടർഫ്ലൈയിൽ ഞാൻ ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രാമയിൽ അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ബോബിയിൽ മെച്യൂരിറ്റി ഇല്ലാത്ത കഥാപാത്രമാണ്, അതിന് റൊമാൻസ് ഒക്കെ കളിച്ച് ബാക്കി കിടക്കുന്നത്. സകലകലാശാലയിൽ കോളേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതിലാണ് ആദ്യമായിട്ടൊരു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, നമ്മൾ അതിൽ നിന്നൊക്കെ വെളിയിൽ വന്ന ഒരു അഡൾട്ട്, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള അഡൾട്ട് എന്നുള്ള ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നിരഞ്ജൻ എത്രമാത്രം അതിനു വേണ്ടി വർക്ക് ചെയ്യും? ഞാൻ ആദ്യം ആ കഥാപാത്രങ്ങളിൽ എന്താണ് ഇപ്പം പറഞ്ഞല്ലോ, ബട്ടർഫ്ലൈയില് അത്രയും അല്ല, ബോബിയിൽ ഒട്ടും അല്ല. അപ്പം യു ക്യാൻ എന്താ പറയാ അനലൈസ് ചെയ്യാൻ പറ്റും. ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിട്ട് ഇപ്പൊ ഒരു കഥാപാത്രം എങ്ങനെ ആവാം, പുള്ളി എങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാവാം, ഇങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഡയലോഗ് വായിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് വെച്ച് നമ്മൾ അതിൻ്റെ ബിൽഡ് അറൗണ്ട് ഇറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിന് കിട്ടിയ സംഭവങ്ങൾ വെച്ചിട്ട് ആ ക്യാരക്ടർ ഒരു, ഞാൻ പറഞ്ഞു, വൺ ഡയമെൻഷനാണ്. പുള്ളിക്ക് അങ്ങനെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. അത് പടം കാണുമ്പോൾ അറിയാം എന്തെങ്കിലും ഉണ്ടോ. അല്ല ശരിക്കും പറഞ്ഞാൽ വിച്ചു പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നിരഞ്ജന് ഈ ക്യാരക്ടറിന് ഇന്ന മാനറിസംസ് വേണം? ഇല്ല, ഞങ്ങൾ ആക്ച്വലി ഇവർ രണ്ടുപേരും ആണ് ഹീറോസ്, ഗോകുലും നിരഞ്ജനും. അപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ടൈമിൽ ഇന്ന ആൾക്കാരെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, നമ്മളത് ഞാനും ഡയറക്ടറും കൂടെ. അപ്പം പനമ്പിൽ ശ്രീകുട്ടൻ എന്ന നിരഞ്ജൻ എന്ന ക്യാരക്ടറിൻ്റെ പേര്, അത് എന്ത് ചെയ്തിട്ടും ആരെയും അതർ ദാൻ ഹിം നമുക്കാരും കിട്ടണില്ല, നോ അതർ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഓഫ് കോഴ്സ് നിരഞ്ജൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് മോർ ഓവർ ഗോകുലിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴും ഗോകുൽ പറഞ്ഞത് ഈ ക്യാരക്ടർ ചെയ്യാൻ ഐ വോണ്ട് നിരഞ്ജൻ ടു പ്ലേ. ഓക്കെ, അപ്പം മോനെ നിരഞ്ജൻ ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ. അത് ഒന്നിനൊന്ന് വെച്ചാവും, നമുക്ക് ഒരിക്കലും ഒന്നിനൊന്ന് വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അച്ഛൻ ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് നിരഞ്ജന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അത് ഒരിക്കലും എണ്ണിയാൽ ചിലപ്പോൾ മറന്നുപോയ ക്യാരക്ടേഴ്സ് കാണും, ഒരുപാട് ഡെപ്ത് കൊടുത്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം അച്ഛൻ്റെ കഥാപാത്രങ്ങളൊക്കെ ചിലത് എല്ലാം സൂപ്പർ എന്നല്ലേ പറയുന്നത്, ചില പടങ്ങളിലൊക്കെ പാളിപ്പോയി കാണാം. അത് അച്ഛൻ്റെ അടുത്ത് തന്നെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന കൂടുതലാണ്. പക്ഷേ അച്ഛൻ ചെയ്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കണ്ട് നമ്മളത് എൻജോയ് ചെയ്ത്, പക്ഷെ എനിക്കത് ചെയ്യണമെന്നില്ല. കാരണം അത് അച്ഛൻ നന്നാക്കി. ഇപ്പം മിന്നാരത്തിലെ ഡയലോഗ് ഇനിയിപ്പോൾ ഞാൻ ചെയ്ത ആൾക്കാർക്ക് അറിയിക്കില്ല. അത് എല്ലാം ഒരു മാജിക് ഹാപ്പൻസ് വൺസ് ഇൻ എ വൈൽ. ആ ഒരു ഒരിക്കൽ സംഭവിക്കുന്ന കാര്യം പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതിൽ അങ്ങനെ അല്ല, റീക്രിയേറ്റൽ അല്ല ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് ക്യാരക്ടേഴ്സ് കാണും. എനിക്കിപ്പം എനിക്ക് ഒരു അടുത്ത കുറച്ച് കാലത്ത് മുമ്പ് അച്ഛൻ ചെയ്ത പടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛനെ കാണാൻ നല്ല വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു ക്യാരക്ടർ, ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഒരു സംഭവം. ഒരു ക്യാരക്ടർ എന്നുള്ള ഒരു ലെങ്തി റോളുമാണ് അതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, നല്ലൊരു ക്യാരക്ടറാണെന്നൊരു തോന്നി.
അടുത്ത കാലത്ത്. പിന്നെ ഓരോ സിനിമകളിലും ഉണ്ട് അത്, പക്ഷെ എല്ലാം നമ്മൾ കണ്ടങ്ങ് എൻജോയ് ചെയ്ത് പോകുന്ന. ശരിക്കും പറഞ്ഞാൽ നിരഞ്ജനെ കുഞ്ഞുനാൾ മുതൽ അറിയാമെങ്കിൽ പോലും നിരഞ്ജനോട് ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടില്ല, അത് സത്യം, ഏതാ വലുതാകുമ്പോൾ എന്താവണം എന്നുള്ളത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം എൻ്റെ പ്രേക്ഷകരൊത്ത് ഞാൻ ചോദിക്കാം, എന്തായിരുന്നു കുഞ്ഞിലെ മുതൽ ആഗ്രഹം? സത്യം പറഞ്ഞാൽ എനിക്കൊരു 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെ പീഡിയാട്രിഷ്യൻ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ 3ാം ക്ലാസ് 4ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്ക് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അപ്പം പിന്നെ നമുക്ക് പിന്നെ അത് കഴിയുമ്പോഴാണ് നമ്മുടെ സിനിമയിലോട്ടുള്ള ഒരു, എനിക്കൊന്ന് സിനിമയിലോട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ചേട്ടനാണ്. എല്ലാ പടങ്ങളും കാണിച്ച് ആ ഒരു 5th സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് അപ്പം അത് കണ്ട് നമുക്ക് സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ വന്ന്. ശരിക്കും നിരഞ്ജനും മൂത്ത ഒരാളുണ്ട്, സച്ചിൻ എന്നാ പേര്. സച്ചിൻ ഇത് നിരഞ്ജന്റെ അത്രയും അക്രമമൊന്നും ഇല്ല കേട്ടോ. സച്ചിൻ വെറും ഒരു പാവ മോനായിരുന്നു. അവനെ കൊണ്ട് ആർക്കും ഒരു ശല്യവും ഇല്ല, നല്ല കുട്ടിയാത്. വിച്ചു ശരിക്കും എവിടം വരെ എന്താ പഠിക്കുകയാണോ? ഞാൻ LLB ലാസ്റ്റ് ഇയർ ചെയ്തിരുന്നു. അപ്പം അത് ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ ആണ് ഒരു സിനിമയുടെ. കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ. ഓക്കെ. അപ്പം അഡ്വക്കേറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ ബേസിക്കലി അച്ഛനും അമ്മയും അഡ്വക്കേറ്റ്സ് ആണ്. അതുകൊണ്ട് മോൻ അഡ്വക്കേറ്റ് ആയതാണ്. അതുകൊണ്ട് അല്ല, കുഞ്ഞിന് വേറെ ആഗ്രഹം ഉണ്ടായിരുന്നോ ആവണമെന്ന്? ഇല്ല, എനിക്ക് പണ്ട് മുതലേ മ്യൂസിക് ഇഷ്ടമായിരുന്നു. ഓഫ് കോഴ്സ് അങ്ങനെ വന്നു, എല്ലാം കൂടെ ജോയിൻ്റ് ആയി ഇപ്പം സൂത്രക്കാരനിലെത്തി നിൽക്കുന്നു. ഓക്കെ. ലൈഫിലൊരു ആഗ്രഹമാണല്ലോ മ്യൂസിഷ്യൻ ആയിട്ട് ഞാൻ ഇന്ന ഒരാളെ കൊണ്ട് പാടിപ്പിക്കണം എന്നോ, അല്ലെങ്കിൽ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മ്യൂസിക് ഡയറക്ടറായിട്ട് കാർത്തികിനെ കൊണ്ട് പാടിക്കണം എന്ന്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിലെ ഫസ്റ്റ് പാട്ട് കാർത്തിക പാടിയേക്കണം. ഒരു അംബിഷൻ നടന്നു അല്ലേ? ഓക്കെ. എന്താ വിച്ചുവിൻ്റെ ശരിക്കും ഒരു ആഗ്രഹം? ഈവൻ ഇപ്പം എല്ലാ മേഖലയിലും കൈവച്ചത് കൊണ്ട് പറയാ, പ്രൊഡ്യൂസറാണ്, മ്യൂസിഷ്യനാണ്, പാടും, ഇനി ഡയറക്ഷൻ ആവോ എന്നുള്ളത് അറിയത്തില്ല, എഴുതും, സ്ക്രിപ്റ്റ് എഴുതും. ശരിക്കും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ? ഓഫ് കോഴ്സ് മ്യൂസിക് തന്നെയായിരിക്കും. മ്യൂസിക് ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് മ്യൂസിക് ചെയ്യാനാണ്. കാരണം സ്ക്രിപ്റ്റ് ഇപ്പം ചെയ്യുകയാണെങ്കിലും ലിറിക്സ് ചെയ്യുകയാണെങ്കിലും കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് മ്യൂസിക്കാണ്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ. റോൾ മോഡൽ ഫലീൽ ചൗധരി. ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്? എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. ഈ സൂത്രധാരനിൽ എത്ര പാട്ടുണ്ട്? സൂത്രക്കാരനിൽ ടോട്ടലി നമുക്ക് 6 പാട്ടുകളുണ്ട്. ബട്ട് സിനിമയിൽ വിഷ്വലൈസ് ചെയ്തേക്കുന്ന 3 പാട്ടേ ഉള്ളൂ. 3 പാട്ട്. കാസറ്റിൽ 6 പാട്ടുണ്ട്. കാരണം 2 സിറ്റുവേഷനിലാണ്, ഇൻട്രോയിലുള്ള പാട്ടാണ്. ഹീറോയിൻ വർഷ ബൊല്ലോമയാണ് 96-ലേക്കുള്ള മന്ദാരത്തിലൊക്കെ നായിക. കണ്ട നസ്രീനെ കുറിച്ച്. ഓക്കെ. കുട്ടിയായിട്ടുള്ള എക്സ്പീരിയൻസ്? നല്ല ആക്ട്രസ് ആണ് പുള്ളിക്കാരി, നന്നായിട്ട് അഭിനയിക്കും. വളരെ മലയാളം എഴുതാനും വായിക്കും. കൂർഗ്, ബാംഗ്ലൂരാണ് ബേസ്ഡ്, കൂർഗുകാരിയാണ്. അപ്പം അതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ട് പുള്ളിക്കാരി. പക്ഷെ മലയാളവും എഴുതാനും വായിക്കാനും എല്ലാം പഠിച്ചു. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ സംബന്ധിച്ചെടുത്ത് പറ്റുള്ളൂ. ശരിക്കും നിരഞ്ജൻ ഈയിടയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ പീഡിയാട്രിഷ്യൻ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ മാർക്ക് കണ്ടിട്ടാണ് നമ്മളത് വിട്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഹയർ സ്റ്റഡീസിന് ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ മാർക്ക് കുറവാണ്, കുട്ടി ഇങ്ങനെ പറഞ്ഞതൊന്നും പൊട്ടത്തരാണെന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഈസ് വെൽ എഡ്യൂക്കേറ്റഡ്. എന്നാലും ഈ പറഞ്ഞ പോലെ ഇതിനോടുള്ളൊരു ഇഷ്ടം കൂടുതലായിട്ട് ഭ്രാന്ത് പിടിച്ചിനകത്തോട്ട് വന്നതാണ്. അച്ഛൻ്റെ ഒരു ഗുഡ് അഡ്വൈസ് എന്തായിരുന്നു? ബിക്കോസ് എല്ലാവരും ഫിലിമിൽ വരുമ്പം എല്ലാവരും പ്രത്യേകിച്ച് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പറയും ഇത് നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾ ബേസ് കണ്ടെത്തണം. എന്നാലും അച്ഛൻ എന്താ? അച്ഛൻ തന്ന അഡ്വൈസുകളൊക്കെ ഞാൻ എപ്പോഴും മാക്സിമം അത് ഞാൻ ഒരിക്കലും അതിൽ നിന്ന് ഇപ്പം അച്ഛൻ ആക്ടിങ്ങിൻ്റെ സൈഡിൽ ഒന്നും പറഞ്ഞു തരാറില്ല. പക്ഷേ പഞ്ച്വാലിറ്റി, സിനിമ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് പോകുന്നതും അല്ലെങ്കിൽ എണീറ്റ് പോകുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത്. കാരണം അച്ഛൻ പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ അതുകൊണ്ട് ആരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കലോ. അതിൻ്റെ വിറ്റ്നസ്സാണ് ഞാൻ. നിരഞ്ജ് ഓൺ ടൈം 7 എന്ന് പറഞ്ഞ 7 രാവിലെ. സ്കൂളിംഗ് വേറെ, അതുകൊണ്ടാണ് നല്ല ഇടി കൊടുക്കും. അതെ. അല്ല, ഞാൻ ആ ബോബി തൊട്ട് ബ്ലാക്ക് ബട്ടർഫ്ലൈ എനിക്ക് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതായിരുന്നു. അതുകൊണ്ട് ബോബി തൊട്ട് ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കുന്ന, പിന്നെ 5 മണിക്ക് എണീക്കും എപ്പോഴും. അപ്പം അങ്ങനെ ആ ഒരു ട്രെയിനിങ് അച്ഛൻ്റെ കിട്ടി. അച്ഛൻ 4 മണി 5 മണിയൊക്കെ എണീക്കും. ഭയങ്കര ഷൂട്ടിങ് ഒരു ടെൻഷൻ്റെ ആളാണല്ലോ. പക്ഷെ എനിക്ക് ടെൻഷൻ ഇല്ലെങ്കിലും ഞാൻ രാവിലെ എണീക്കും, ആ ടൈമിൽ എത്താൻ ശ്രമിക്കും. ഇതെല്ലാം പോയിട്ട് അമ്മ എന്നാ പറയുന്നത്? ഇത്രയും പടം സന്തോഷമാണ് എല്ലാം എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒന്ന് ചിരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകും. അഭിപ്രായം ഒന്നും പറയല്ല. ചേട്ടൻ എന്നാ പറയുന്നത്? ഇത്രയും പ്രോത്സാഹിപ്പിച്ച ചേട്ടനാണ് പല ഫിലിംസ്. ചേട്ടൻ ഭയങ്കര ക്രിട്ടിക്കാണ്. അപ്പം ചേട്ടൻ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ അവിടെ നിനക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ഓക്കെ അത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ എപ്പോഴും. സച്ചിൻ ഇത്രയും ഇതൊക്കെ പറയുമെങ്കിൽ സച്ചിൻ ഇഷ്ടമാണ് അഭിനയിക്കാൻ? അയ്യോ, ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ അഭിനയത്തിൻ്റെ ആയിരുന്നു നമുക്ക് ചോദിക്കായിരുന്നു. ഫോട്ടോ എടുക്കാൻ പോലും നിൽക്കാത്ത ആളാണ് സച്ചിൻ. ഇഷ്ടമല്ല, ഭയങ്കര ഷൈയാണ്. ഇഷ്ടമല്ല, പക്ഷെ നല്ല സിനിമകൾ കാണും. ഷൈയാണ്. എന്തെങ്കിലും മോനെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതേപോലെ ഒന്ന് ശ്രമിക്കണം, അത് ചെയ്യാൻ പറയണം? അല്ല, എനിക്ക് അയച്ചു തരുന്ന പടങ്ങളിൽ തന്നെ പുള്ളിയുടെ ഒരു ഹിഡൻ മെസ്സേജ് ആണ്, നീ ഇതൊക്കെ കണ്ട് പഠിക്കാൻ എന്നായിരിക്കും പറയുന്നത്. അപ്പം ഞാൻ ഈ പടങ്ങളെല്ലാം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ
അത്രയ്ക്ക് ഡെപ്തുള്ള സിനിമകളായിരിക്കും. നമ്മളത് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ അതൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം മനസ്സിലിങ്ങനെ വരും. ഓക്കെ, ഇത്രയും നമ്മൾ എത്തി, നമ്മളെ ലൈഫിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു, മോൻ ഇത്രയായി ഈ നിമിഷം വരെ, വാട്ട് വാസ് യുവർ സ്ട്രെങ്ത്? സ്ട്രെങ്ത് വുഡ് ഡെഫിനറ്റ്ലി ഹാവ് ടു ബി മൈ പേരൻസ് അല്ലേ. അച്ഛനും അമ്മയും തന്നെയാണ് സ്ട്രെങ്ത്. നമ്മൾ എന്ത് വിഷമത്തിലും, അതുപോലെ നല്ല കൂട്ടുകാരും ഉണ്ട് എനിക്ക്. അപ്പം ഇവരെല്ലാം കൂടെ ഒത്തുചേർന്ന് നമ്മളെ കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനോടൊപ്പം നമ്മുടെ ഒരു സ്വയം ഉള്ളൊരു എന്ത് കേട്ടാലും അല്ലെങ്കിൽ എന്ത് ആൾക്കാർ പറഞ്ഞാലും അതൊന്നും അഫക്റ്റഡ് ആവാതെ നമുക്ക് മുന്നിലോട്ട് പോകാനുള്ളൊരു, ഇത്രയും നമുക്ക് ചേട്ടനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട് ചുറ്റും. എല്ലാവരും നമ്മളെ ഒരുപോലെ കുറ്റപ്പെടുത്തിയെന്നിരിക്കത്തില്ല, ചിലപ്പോൾ എല്ലാവരും നല്ലതാന്ന് പറഞ്ഞെന്നിരിക്കും. പക്ഷെ എന്നാലും ഭയങ്കര സിൻസിയർ ആയിട്ട് തിരുത്തണം, ഇത് നിന്റെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി തന്ന ഒരാളുണ്ടാവില്ലേ? ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ? എല്ലാവരും നമ്മളിപ്പോൾ അസലായിരിക്കുന്നു, നന്നായി ചെയ്തു എന്നേ പറയുള്ളൂ. ഇവരെല്ലാവരും സിൻസിയറായിട്ട് പല സെക്ഷനിലൂടെ ആണ് പോകുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും ഒരാൾ പിടിക്കും. അപ്പം അച്ഛനാണെങ്കിൽ എന്നും പിടിക്കും. അതിന് അമ്മ പറയുന്നതൊക്കെ വീട്ടിലെ സ്വയം വൃത്തിയും, ഞാൻ ഈ അലക്കാനുള്ള ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ കയറിഞ്ഞിട്ട് പോകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അമ്മ സംസാരിക്കുന്നത്. അച്ഛൻ അല്ലാത്ത കാര്യങ്ങൾ, എൻ്റെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ മടി കാണിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളും. ചേട്ടനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, സിനിമകൾ, ഇത് കാണണം, അത് കാണണം, ആ പടം കാണണം, അത് പുള്ളിയുടെ ഇൻ്റർവ്യൂ കാണണം, കണ്ടു പഠിക്കണം, ഇങ്ങനെ ഒരാൾ സംസാരിക്കണം, അങ്ങനെ കാര്യങ്ങൾ. കൂട്ടുകാരാകുമ്പോൾ പറയുന്നത് ഫ്രണ്ട്സിൻ്റെ അടുത്ത ഫ്രണ്ട്സ്, രോഹിത്, ഗൗരീഷ്, അങ്ങനെ ജൂലിയസ്, അങ്ങനെ അവരൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനെ നീ അഫക്റ്റഡ് ആവരുത്. ആൾക്കാർ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നല്ല റിവ്യൂസ് കാണും, മോശം റിവ്യൂസ് കാണും, മോശമായിട്ട് എഴുതും ആൾക്കാർ. അതൊക്കെ നീ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഡിപ്രസ്ഡ് ആയി പോയത് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല. ഒരു വൺ മാൻസ് ഫുഡ് ഇസ് അനദർ മാൻസ് പോയ്സൺ. നമ്മളെല്ലാവരും ഒരു സാധനം ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ അഡ്വൈസുകൾ ഇവരുടെ നിന്നൊക്കെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും.